ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഒരു എന്താ പറയുക, എൻ്റെ പേരെന്നായിരുന്നു, ഒരു ഫാം തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ ഫാമിൽ നമുക്ക് രണ്ടാമത്തെ ലെയർ നമ്മൾ പണിഞ്ഞില്ലായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് രണ്ടാമത്തെ ലെയർ നമ്മൾ പണിയാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ടേക്ക് പോവാണ്. ഇന്നൊരു രസകരമായിരിക്കും, അപ്പോൾ സ്കിപ്പ് അടിക്കേണ്ട ഫുള്ളൊന്നും കാണുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും രാത്രിയായിരുന്നു, അപ്പോൾ നമുക്കൊന്ന് ഉറങ്ങിയിട്ട് രാവിലെ പോകാം. അങ്ങനെ രാവിലെ പെട്ടെന്ന് തന്നെ രാവിലെ ആയിട്ട് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ്. മഴയുണ്ടോ? ഇല്ല, മഴ പോയോ? മഴ പോയി. അപ്പോൾ നമുക്ക് ഇറങ്ങാം. എന്തായാലും നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തോണ്ട് തന്നെ നമ്മൾ ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഒത്തിരി ഒന്നും പറഞ്ഞ് നീട്ടുന്നില്ല, നേരെ നമ്മൾ പോവാം. ഇന്നലെ ഇവിടെ എൻട്രന്മാരൊക്കെ വന്നായിരുന്നു, ഭയങ്കര വിഷയമായിരുന്നു. ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഫുള്ള് അലങ്കോലമാക്കി. 2 ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലൊക്കെ കയറി ഒരെണ്ണം അലഞ്ഞിരിഞ്ഞ് കിടന്നു. എന്നിട്ട് അതിനെ പിടിക്കുമ്പോൾ അത് വേറെ എവിടെയെങ്കിലും പോകും. പിന്നെ അതിനെ അവിടെ നിന്ന് പിടിക്കുമ്പോൾ ഫാമിൻ്റെ അകത്തോട്ട് പോകും. എന്നൊക്കെ ആയിരുന്നറിയാം, ഫാമിൻ്റെ അകത്തോട്ടൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ഫാമിൻ്റെ അകം എന്തായാലും കാണാം. അവിടെ കുതിര ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. അതെ, നമുക്കെല്ലാം ഓക്കെ. നമ്മുടെ അതിൻ്റെ അകം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മൾ ലെയർ പണിയുമ്പോൾ നിങ്ങൾ നോക്കണം എത്രത്തോളം നല്ലതായിരിക്കും ചീത്തയായിരിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ വെളിയിൽ കൂടെയാണ് കേട്ടോ സ്റ്റെപ്പ് പണിയുന്നത്. നേരത്തെ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും കിട്ടിയില്ല, വളരെ വ്യൂസ് തന്നെ കുറഞ്ഞ് പോയി. അപ്പം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ ഒരു പവർ കാണിക്കുക. അപ്പം നിങ്ങൾ കുറച്ചും കൂടെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂട്ടിത്തരൂ എന്ന് ഞാൻ അഭ്യർത്ഥിപ്പിക്കുകയാണ്. അപ്പം ഞാനെന്തായാലും ഫാമിൻ്റെ പേര് നിങ്ങൾ ഇടാമെന്ന് പറഞ്ഞിട്ട് ഇട്ടില്ല. യൂട്യൂബ് ചാനലിൻ്റെ പേര് വീടിൻ്റെ പേര് ഓൾറെഡി ഉണ്ട്, വില്ലേജിൻ്റെ പേരും പിന്നെ യൂട്യൂബ് ചാനലിൻ്റെ പേരും വേണം, വില്ലേജിൻ്റെ പേരും കൂടെ തന്നേരെ. അപ്പോൾ നമുക്ക് അതിനും കൂടെയും ചെയ്യാം. ഓക്കെ, പോകുന്നതിലേക്ക് കുറച്ച് പാരറ്റിനെ കിട്ടേക്കാം. പശു നടക്കുന്നു. പശു തല്ലിടിച്ച് ഇത്തിരി കഷ്ടപ്പാടല്ലേ. ഇപ്പം എന്തായാലും കണ്ടോ, മേളിൽ നോക്കുമ്പോൾ ഇതാട്ടോ അവസ്ഥ. കേട്ടോ, അടിപൊളിയല്ലേ വില്ലേജൊക്കെ കാണാൻ. അപ്പം നമ്മൾ എന്തായാലും ഒരു വില്ലേജർ ഇതുവരെയായിട്ടും ഓടി നടക്കുക കേട്ടോ. ഇതുവരെയായിട്ടും ഓടി നടക്കുകയെന്നല്ല, ഇതുവരെയായിട്ടും ചത്തട്ടില്ല. അപ്പോൾ നമ്മുടെ വീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല താഴെ നമ്മുടെ വീട് നല്ല കിടിലം ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഇരിക്കുകയെല്ലാം നമ്മൾ പണിഞ്ഞേക്കും. ഇത് അണ്ടർഗ്രൗണ്ട് ഹൗസാണ്, അത് ഞാൻ പറയാൻ വിട്ടു. ഇതൊരു അണ്ടർഗ്രൗണ്ട് ഹൗസാണ്. മേള് മാത്രമേ ഉള്ളൂ, സെക്കൻഡ് ലെയർ മാത്രമേ ഉള്ളൂ അല്ലാണ്ട്. പക്ഷേ ആദ്യത്തെ ലെയർ അണ്ടർഗ്രൗണ്ട് ആട്ടോ. അത് കിടിലം സെറ്റപ്പാണ്. എനിക്ക് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു, ആരണ്ടൊക്കെ അടിച്ചുകൊണ്ട് പോയി. ഇനി സ്കൾട്ടനാണോ അതോ ക്രീപ്പറാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അവന്മാരൊക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട് കേട്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് സെക്കൻഡ് ലെയർ പണിഞ്ഞാലോ എന്ന് വിചാരിക്കുകയാണ്. സെക്കൻഡ് ലെയർ പണിയാല്ലേ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് ലെയർ പണിയുന്ന ഒരു കണ്ടൻറ്റ് തന്നെയാട്ടോ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം നമുക്ക് സെക്കൻഡ് ലെയർ ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടുന്ന് നമ്മളിങ്ങനെ നോക്കുമ്പം ഇവിടുന്ന് ഇങ്ങനെ പണിയും. എളുപ്പമാണ്, സെക്കൻഡ് ലെയർ പണിയാൻ എളുപ്പമാണ്, പാടൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ കുറേ നേരം എടുക്കും സെക്കൻഡ് ലെയർ പണിഞ്ഞ് ചെയ്യാൻ. അപ്പം എന്തായാലും അതുവരെ ബ്രേക്ക് വേണം, ഇല്ലെങ്കിൽ നമുക്ക് പണിഞ്ഞ് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് ഇത്രയൊക്കെ പണിഞ്ഞെടുക്കാൻ കുറച്ച് പാടാട്ടോ. അപ്പം എന്തായാലും നമുക്ക് ഒരു ബ്രേക്കിന് ശേഷം തിരിച്ച് വന്നാലോ എന്നാലോചിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും പണിഞ്ഞ്
കഴിഞ്ഞിട്ട് കണ്ടാലോ, പണി കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടാലോ. ഏവം നമുക്ക് പണി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഓക്കേ. അങ്ങനെ ഗായ്സ് വേണ്ട നമ്മൾ പണിഞ്ഞു കഴിഞ്ഞു സെക്കൻഡ് ലെയർ. അപ്പോൾ നമുക്ക് എന്തായാലും സെക്കൻഡ് ലെയറിൻ്റെ മേളിലോട്ട് കയറി നോക്കാം. സ്റ്റെപ്പൊക്കെ പണിഞ്ഞു കേട്ടോ. കഥ ഒന്നും വെച്ചിട്ടില്ല. ഇപ്പോൾ പണിഞ്ഞ് കഴിഞ്ഞ് നിങ്ങളെ കാണിക്കുന്നു കണ്ടോ. ഇതാണ് സത്യം പറഞ്ഞ അവസ്ഥ. വലിയതൊന്നുമല്ല, ചെറുതായി കേട്ടോ. നേരത്തെ കിടക്കുന്ന തന്നെ ഇത് നല്ലതെന്ന് എനിക്ക് തോന്നി. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ ഇത് ഫാമാക്കണ്ട. ഇതിൻ്റെ മേളിൽ നമുക്ക് ഹൗസ് പോലെ തന്നെ പണിയാം. ഓക്കെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹൗസായിട്ട് പണിയാം കേട്ടോ മേളിൽ. ഇതിൻ്റെ അകം നോക്കുകയാണെങ്കിൽ ചെറുതായിപ്പോയി, ഭയങ്കരമായിട്ട് ചെറുതായിപ്പോയി, ഭയങ്കരമായിട്ട് കണ്ടോ. അത് വലിയ മേളിലോട്ട് പേടിച്ചു വരുന്നത്. പക്ഷെ ഇപ്പം അതല്ല, ഇപ്പം കുറഞ്ഞു പോയി. വേറെ വഴിയില്ല, ഇതൊക്കെ പറ്റുള്ളൂ. എന്തായാലും സെക്കൻഡ് ലെയർ കിട്ടുകയാണ്. ഇവിടെ ചെറിയൊരു പ്രോബ്ലം വരുന്നുണ്ട്, വേറെ കുഴപ്പമില്ല. വേറെ പക്ക സെറ്റാണ്, പക്ക സെറ്റ്. കണ്ടോ അകമൊക്കെ കണ്ടോ, കിഡിലായിട്ട് നമ്മളത് ചെയ്ത് കേട്ടോ. കിഡിലായിട്ടാണ് നമ്മളൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇത് കൂട്ട് പണിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് പ്ലീസ്. ഓക്കെ. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇടാം, വീഡിയോ ഇടാം. ഓക്കെ. അപ്പം എന്താ പറയുക, ഒന്നും പറയാനില്ല. ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. അയ്യോ താഴെ ഇതിൽ കുഴപ്പമില്ല, നല്ല ടൂറാണ്. കണ്ടോ കണ്ടോ. ഓ അത് ഞാൻ പൊട്ടിച്ച് കളഞ്ഞു. സോറി പൊട്ടിച്ച് കളഞ്ഞു. നമ്മളിങ്ങനെ ലൈറ്റൊക്കെ ഇങ്ങനെ തൊരാന്നങ്ങ് വെക്കണം. നമുക്ക് ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. എത്രയോ ലൈറ്റ് കണ്ടോ ട്രാന്നങ്ങ് വെക്കണം. അങ്ങോട്ട് വെക്കണം. നമുക്കൊരു കുഴപ്പമില്ല. നമുക്ക് അതൊക്കെയാണ് സുഖം, അറിയോ. അതൊക്കെയാണ് നമുക്ക് സുഖം. നമ്മൾ സർവൈവൽ കളിക്കണമെന്ന് എന്നോടൊരു സബ്സ്ക്രൈബർ ഇന്നലെ പറഞ്ഞു കേട്ടോ. ഇന്നലെ ഇന്ന് പറഞ്ഞു. അത് സംഭവം അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം, പിന്നെ ഒരു ദിവസം പറയാം. എന്നോട് സബ്സ്ക്രൈബർ വന്നിട്ട് പറഞ്ഞു, തള്ളുന്നില്ല കേട്ടോ, സീരിയസ് ആയിട്ട് പറയുന്നതാണ്. സബ്സ്ക്രൈബർ വന്നിട്ട് ഒരു സർവൈവൽ കളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഇതാണ് അതേണ്ടേ നമ്മുടെ ആ ഒരു ലുക്കൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലുക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വലിയ ലുക്കുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നോക്കാം. നല്ലതാണെന്ന് തോന്നുന്നു. നല്ലതായിരിക്കും. നല്ലതാ, കുഴപ്പമില്ല, നല്ലതാണ്. ആണോ, കിടിലല്ലേ. കിടിലൻ സാധനം, ഒന്നും പറഞ്ഞില്ല. കിടിലൻ സാധനം, കിടുക്കൻ സാധനം. കേട്ടോ, വേണ്ട അല്ലേ, വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ. അപ്പം വേണ്ട, ഇതാണ് നമ്മുടെ ഫാം. ഒരു ബിൽഡിങ് പോലെ തോന്നുമെങ്കിലും 2 ലെയറാണ്. ഇനി നമ്മൾ ഇതിനകത്ത് കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമ്മൾ ഫുള്ളി ഡെക്കറേഷൻ ചെയ്യും. നമ്മുടെ ഫാം ലൈറ്റൊക്കെ വെച്ച് നല്ല സെറ്റാക്കും. രാത്രിയൊക്കെ കാണുമ്പോൾ പിന്നിത്തിളങ്ങുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതും ഞാൻ ചെയ്യും. അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഈ സാധനം ഇങ്ങനെ നിങ്ങൾ താഴോട്ട് ഇങ്ങനെ അടുക്കി വെക്കണം. നല്ല രസമായിരിക്കും കാണാൻ, കിടിലായിരിക്കും കേട്ടോ. കണ്ടോ, ഇങ്ങനെ താഴോട്ട് വെക്കണം. പിന്നെ ലൈറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. അത്യാവശ്യം മൊത്തത്തോടൊരു കളറാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളാണ് പറയേണ്ടത്, ഞാനല്ല, നിങ്ങളാണ് പറയേണ്ടത്. ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ഫാമിൻ്റെ ഔട്ട്ലുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കിളിയൊക്കെ പറന്നു പോകുന്നു, അങ്ങോട്ട് പോകത്തില്ലല്ലേ. പൊട്ടിക്കണ്ട. അവിടെ ഒന്നും വേണ്ട. കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാനൊരു ചെറിയൊരു ഇതാണ്, അതായത് റഫായിട്ട് ഞാൻ ചെയ്താണ്. നല്ലതായിട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഔട്ട്ലുക്കും കാര്യങ്ങളും നിങ്ങൾ തന്നെ നോക്കണം കേട്ടോ. നല്ല രസമാക്കാം, നമുക്ക് കിടിലാക്കാം. അപ്പം എന്താ, നമ്മുടെ വില്ലേജേഴ്സൊക്കെ ഇവിടെ സെറ്റാണ്.
ഒന്നും പറയാനില്ല, നമ്മുടെ വില്ലേജസൊക്കെ ഇപ്പോൾ സെറ്റായിട്ടിരിക്കുക കേട്ടോ, അടിപൊളി. പിന്നെ എന്താ, പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങളുടെ വഴിപ്പോക്ക്. നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി സത്യം പറഞ്ഞാൽ. കിടിലം സ്ഥലമല്ലേ, കിടിലം സ്ഥലം. ഉണ്ടാവുക നല്ല ഇതൊക്കെയുണ്ട്. അയ്യോ, കാട്ടിൽ പോകരുത് റിട്ടേൺ. അതാണ് നമ്മളൊരിക്കലും കാട്ടിൽ പോകരുത്. ആരെങ്കിലുമൊക്കെ കാണും, അത് ചിലപ്പോൾ നമ്മളെ കടിച്ച് തിന്നാൽ പണി കിട്ടും. അപ്പം നമുക്ക് ചെറിയൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ട്യൂണൊക്കെ ഇട്ട്, ഒരു മ്യൂസിക്കൊക്കെ ഇട്ട് ഒരെണ്ണം കേട്ടാലോ? കേൾക്കാം. ഈ മ്യൂസിക്കോടെ നമ്മുടെ വീഡിയോ നിർത്തുകയാണ്. ഓക്കെ, അപ്പം വീഡിയോ കേൾക്കാം.